നമ്മള് അമ്പലത്തിൽ പായസത്തിന് കൊടുത്തിട്ട് വൈകുന്നേരത്തും പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഉച്ചക്ക് കൂട്ടാൻ ഒന്നും വെച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ വൈകുന്നേരത്താണ് കൂട്ടാൻ വെക്കുന്നത്. വൈകുന്നേരത്ത് രണ്ട് പേര് വന്നിരുന്നു. അപ്പൊ അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല. സമയം കുറച്ച് കൂടുതൽ നേരമായിട്ടോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഇതാണ്ടോ എന്തമ്മ മുള്ള് ഞങ്ങളുടെ കൂട്ടാൻ വെക്കല് നേരത്തെ കഴിയുന്നാട്ടോ. ഇന്ന് ഉച്ചാകുമ്പോ സത്യം പറയാച്ച നമ്മള് വൈകുന്നേരത്തുനിന്ന് കായും ഒക്കെ ഇട്ട് ഒരു നാടൻ കറിയുടെ വീഡിയോ വെക്കാൻ വിചാരിച്ചാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി. കാരണം നമ്മള് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം കൂട്ടാനൊക്കെ എപ്പോഴും ആവേണ്ട സമയമായി. അപ്പൊ അവര് വരുമ്പോ നമ്മൾ അവരോട് വർത്താനം പറഞ്ഞിരിക്കണ്ടേ, അങ്ങനെ നേരെ പോയിട്ടോ. പിന്നെ എന്താ പറയാച്ചാ നമ്മൾ ഇത്ര ദിവസം മീൻ വാങ്ങിയിരുന്നില്ല. ഇപ്പൊ കർക്കിടകം 12-ാം തീയതി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ മീൻ വാങ്ങൂട്ടോ. 12 ദിവസമൊന്നും കൂട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മീനിന്റെ മണമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ അവർക്ക് വേണം. മക്കളും ഇനി ചിലപ്പോ കഴിക്കില്ല, പക്ഷെ അവർക്കില്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് മീൻ വാങ്ങി. കുടുതക്കുട്ടി അല്ലമ്മ, കുടുതക്കുട്ടി. മീൻകറിയൊക്കെ അമ്മ കൊറേ ആയിട്ട് മീൻകറി വെക്കുമ്പല്ലേ, അമ്മ മീൻകറി വെക്കുമ്പോ ഇവിടെ ഏട്ടന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അമ്മ മീൻകറി വെക്കുന്നത്. പിന്നെ അമ്മേനെയും കൊണ്ട് നമ്മള് കറി വെപ്പിക്കുകയാണ് എന്ന് തോന്നരുത് കേട്ടോ. എന്താണെന്നറിയോ, അമ്മ മീൻകറി വെക്കുമ്പോ അമ്മ വെക്കുന്ന ഓരോ കറികള് അത് അമ്മ വെക്കുമ്പോ തന്നെയാണ് രുചി. അത് എത്ര നമ്മൾ വെച്ചാലും നമ്മൾ വെക്കാണ്ടല്ല. ഇപ്പൊ അമ്മയ്ക്ക് ഞാൻ കറി വെക്കുന്നതാണ് ഇഷ്ടം. എന്താ വെച്ചാ ഒന്നും കൂടി നന്നായിട്ടുണ്ട് പറയും. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ. എനിക്ക് അമ്മ അതേപോലെ മോരിക്കൂട്ടാൻ വെക്കുന്നത്. മിഞ്ഞാന്ന് അമ്മ മോരിക്കൂട്ടാൻ വെച്ചിരുന്നു. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ, ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോ മോരുകൂട്ടാൻ കഴിക്കില്ലേ, അതുപോലെ. നിനക്ക് ഇഷ്ടായില്ല? അമ്മ മോരിക്കൂട്ടാൻ വെച്ചില്ല മിഞ്ഞാന്നല്ലേ അമ്മ വെച്ചത്. ചക്കക്കുരും കായും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനും അമ്പലത്തെ പ്രസാദം വിചാരിക്കും. ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. അമ്മ തന്നെയാണ് മീൻ നേരേക്കിയത്. നമ്മള് ദിവസം കുറച്ചു നേരം നടക്കാൻ പോകും. അപ്പൊ നടക്കാൻ പോയി വരുമ്പോഴേക്കും അമ്മ മീനൊക്കെ നേരേക്ക് വെച്ചിരുന്നു. പിന്നെ അവരോട് വന്നപ്പോ എനിക്ക് കുറെ നേരം സംസാരിക്കേണ്ടി വന്നു. അപ്പൊ അതിന് സംസാരിക്കാൻ പോയി. അപ്പൊക്ക് അമ്മ പുളി അടുപ്പത്ത് വെച്ച് മുളക് ഇതൊക്കെ വെച്ചിട്ട് അമ്മ അങ്ങോട്ട് പോന്ന്. എന്താണ് നമ്മുടെ മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മീൻകറിയുടെ ഒരു വീഡിയോ ഇടുന്നല്ലേ. ഇപ്പൊ ഇതിൽ എന്തൊക്കെ കൂട്ടിയിട്ടുണ്ട് പറയമ്മ? മീൻകറിയുടെ പറഞ്ഞു കൊടുക്കമ്മ. ഇതിൽ ഇഞ്ചി കൂട്ടി, പച്ചമുളക് കൂട്ടി, പിന്നെന്താ വലിയ ഉള്ളി കൂട്ടി. വെളുത്തുള്ളി കൂട്ടിയിട്ടില്ല. വെളുത്തുള്ളി അല്ല, വലിയ ഉള്ളി ഒക്കെ ഓരോന്ന് കുറേശ്ശെ കൂട്ടി. പിന്നെ പുളി, നാടൻ പുളി പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ എല്ലാം നുറുക്കിയിട്ടു. ഇനി ഇതാ മല്ലിപ്പൊടി മുളക് പൊടി അരച്ചിട്ടു. ഇനി മീൻ ഇടുക. അത് കഴിഞ്ഞാൽ തേങ്ങ ഒഴിക്കുക. എന്താ അതിലൊരു അമ്മയ്ക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല കേട്ടോ. ഉലുവി മുളകും. അതൊന്ന് ഉലുവ കൂട്ടിയിട്ടില്ല ഇല്ലേ? തെറ്റുപറ്റി. ഉലുവ പിന്നെ വെറുതെ ഇതിങ്ങനെ വാട്ടി ഇട്ടിട്ടായിരുന്നു. ഉലുവ കൂട്ടാൻ എന്താ പറയുക, ഉള്ളിയും തക്കാളിയൊക്കെ കൂട്ടിയല്ലോ. ഞാൻ അങ്ങനെ കൂട്ടുമ്പോഴും ഉലുവ കൂട്ടും കുറച്ച്. അപ്പൊ അമ്മ മുറ എന്താ ഇങ്ങനെ വെച്ചേക്കണത്? അത് അവിടുന്ന് കാറ്റ് വന്നിട്ട് കത്തണേ ഉണ്ടായിരുന്നില്ല. അപ്പൊ കാറ്റ് വരാണ്ടിരിക്കാൻ കാറ്റിനെ തടുക്കാൻ വെച്ചതാ. അമ്മ മീൻ കൂട്ടാൻ കൂട്ടില്ല കേട്ടോ. അമ്മയും കൂട്ടില്ല, ഞാനും കൂട്ടില്ല. അപ്പൊ അതാ മീൻപുളി അല്ല കേട്ടോ, വെറും പുളി എടുത്ത് വെച്ചേക്ക. ഇനി അതിൽ കടുക് താളിക്കുമ്പോ കുറച്ച് കടുകും താളിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ സത്യം പറയാച്ച വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് വീഡിയോ എടുത്തത്. കറണ്ട് ഇല്ലാണ്ട് പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോ പകുതി ആകുമ്പോഴേക്കും കറണ്ട് പോയിട്ട് അങ്ങനെ പ്രശ്നമായി. വീഡിയോ എടുക്കാനൊരു സാഹചര്യം ശരിയാവണ്ടേ. പൊന്നൂസ് എന്താ ചെയ്യുന്നേ?
അണ്ടിപ്പുട്ട് കഴിഞ്ഞോന്ന്. ആ, അണ്ടിപ്പുട്ടും കൊണ്ടല്ല അമ്മ ഉണ്ടാക്കിയതേ. അപ്പളേ അത് എന്താ വെറും അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയത്. നമ്മുടെ പൊന്നൂസ് ചെയ്ത് നോക്കിയൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പൊന്നു കണ്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാഴമണി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഒന്ന് എണ്ണിക്ക. അപ്പൊ നാളെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. നാളെ ഞങ്ങള് ഒറ്റപ്പാലത്തായിരിക്കും. ഈ വീഡിയോ വരുന്ന ദിവസം നമ്മൾ ഒറ്റപ്പാലത്തായിരിക്കും കേട്ടോ. ഒറ്റപ്പാലത്തുനിന്ന് ഒറ്റയ്ക്കല്ല ഞാൻ ഇതിൽ നിന്ന് കൊണ്ടുപോണില്ല. ഓ ഇത് ജാടയാണ്. ഞാൻ പോണില്ല അമ്മോ. അച്ചമ്മക്ക് വയ്യ അത്രേ. ഇല്ല മുത്തേ എവിടുന്ന് ഏട്ടൻ കോങ്ങാട് പോയേക്കാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ടേ പറഞ്ഞിട്ട് സമയം വൈകിയില്ലേ. അപ്പൊ കാരണം ചെയ്യാന് വേറൊന്നും ഇല്ല. ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോ ഏട്ടൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വീഡിയോ എടുക്ക്, അമ്മനെ കൂട്ടാൻ വെക്കണമെങ്കിൽ നാളെ ഒരു വീഡിയോ ഇല്ലാണ്ട് എങ്ങനെ ശരിയാവുകയെന്ന് വിചാരിച്ച്. അപ്പൊ അങ്ങനെ എടുത്തതാ. അമ്മയുടെ മീൻകറി ആയിട്ടുണ്ടാവും. കറിയായി. അമ്മയുടെ മീൻകറി എല്ലാവരും ഇപ്പൊ അത് കൂട്ടുകാച്ചാ വേണ്ടില്ല. അത് പകുതി ആൾക്കാണ് പറ്റും, പകുതി ആൾക്ക് വേണ്ടേ. എന്ത് മീൻകറിയോ? അതിന് എന്റെ കുഞ്ഞുണ്ണി തെറ്റിക്കട്ടെ എന്നോട്. അവൻ അണ്ടിപ്പുട്ട് ഇടിച്ചു കൊടുക്കണം പറഞ്ഞിട്ട്. ഈ വൈകുന്നേര സമയത്ത് ഞാൻ ഈ രാത്രി ഇപ്പൊ സമയം എത്ര വിചാരിച്ചിട്ട് 9 മണിയൊക്കെ 8:30 9 മണി ആവാറായി. നേരത്തെ ഉണ്ടാക്കിയില്ല ഉണ്ടാ. അതാ അവൻ ചോദിക്കണത്. അപ്പൊ അത് അണ്ടിപ്പുട്ടല്ലേ അവന് കൊടുക്കാറുള്ളത്. അതില് കൂട്ടിയിട്ടുണ്ടാവും എന്നാണ് അവന്റെ വിചാരം. നമ്മുടെ മീൻകറിയായി. മീന് കടുക് വറുത്തിട്ടു. ഉറുമ്പേ നമ്മള് വെളുത്തുള്ളി കൂട്ടിയിട്ട് അരച്ചാൽ മതിയായിരുന്നു. വെളുത്തുള്ളിയോ? തേങ്ങയും അമ്പാഴങ്ങയൊക്കെ ഇട്ടിട്ട് തുള്ളി ഇത് കുറച്ചല്ലേ. അപ്പൊ മീൻകറി കൂട്ടാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് ഒരു തൊട്ട് കൂട്ടണ്ടേ. അതിലിപ്പോ ഒന്നും പിടിക്കില്ല അമ്മ. സുകന്യേ അരിമുളക് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അരിമുളക് ഉള്ളിയും വെളുത്തുള്ളിയും പാടെ കൂട്ടിയിട്ട് ചമ്മന്തി അരച്ചാ മതി എന്ന് വിചാരിച്ച്. ചമ്മന്തിയോ? അവിടേക്ക് വെളിച്ചുണ്ടാവോ? ഉണ്ടോ? പറഞ്ഞ് എന്താ അഞ്ജലിയും കൊണ്ടുവരുന്ന ടേസ്റ്റിൽ അവർ അമ്മി അരച്ചിട്ട് കൊണ്ടുപോവുക, ബാക്കിയുള്ളവർ മിക്സിയിൽ അരക്കാറ്. അപ്പൊ ഞാൻ വേറെ ഉണ്ടാക്കണ ഒന്നും നിന്റെ കൂട്ടുകാർക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാറില്ല. മോരും ഇഷ്ടമാണ്, രേഷ്മ അറിയും. എന്താ മോര് കൂട്ടാൻ ഇഷ്ടമാണ് പറയും. മോര് കൂട്ടാനേ നമ്മളാകെ കൊടുത്തുവിടെ ഉപ്പേരി, ചമ്മന്തി, മോര് കൂട്ടാൻ, മോര് ഇതൊക്കെ. അതില് കുഞ്ഞു പാത്രത്തിൽ ഞങ്ങൾക്ക് 5 പേർക്ക് തകി. 5 പേർക്കോ? എന്തിനമ്മാ? പൊന്നൂസ് നോക്കും തേങ്ങ. ചക്ക ഒറ്റ കിട്ടും പറ. തിരിഞ്ഞു അങ്ങനെ തല്ലുന്ന പറയുന്നത് അങ്ങോട്ട് തിരിഞ്ഞടിക്കവന്ന്. അവിടെ പോയി അമ്മ അമ്മീരച്ചാൽ മതി. അരക്കാൻ മുട്ടി. ഇതാ നല്ല പഴുത്ത കാന്താരി മുളക്. നമ്മൾ കാന്താരി മുളക് എന്ന് പറയുമ്പോ അരിമുളക് എന്നും പറയട്ടോ. പക്ഷെ നമ്മൾ ഈ ആദ്യം മുതലേ ഈ കാന്താരി പറഞ്ഞിട്ടേ കാന്താരി ചോറില്ലേ സൈക്കിള് പോലെ കൂട്ടാ. കുറച്ച് റേഷനരിയുടെ ചോറും കൂടി വേണം, മുളക് വറുത്ത പുളി, ഒരു ചമ്മന്തി. റേഷനരി തന്നെയാണ് കേട്ടോ, മട്ടരിയാണ് മാത്രം. അമ്മ ഇതും കൊണ്ട് പൊടി ഉണ്ടാക്കാൻ പറ്റും. അരിമുളക് പൊടി. നമ്മള് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് അരിമുളക്, പിന്നെ അടിപൊളി ഐറ്റം കേട്ടോ അമ്പാഴങ്ങ. ഉപ്പിലിട്ട അമ്പാഴങ്ങി. ഉപ്പ് കുറച്ച് ഉപ്പ് മതിയില്ലമ്മാ, കാരണം ഉപ്പിലിട്ട അമ്പാഴങ്ങില്ലേ
അപ്പോൾ കുറച്ചൊരു ഉപ്പ് കേട്ടോ, പേരിന് ഉപ്പ്, ഉള്ളി ഇതും കൂടി ഞാൻ അമ്മയിൽ ഇട്ടിട്ടില്ലേ ഒന്ന് അരച്ചെടുക്കട്ടെ. ഉപ്പ് ചമ്മന്തിക്ക് പിടിക്കാനുള്ള ഉപ്പൊന്നും ഉണ്ടാവില്ല. ഇതാണ്ടാ എന്ത് ടേസ്റ്റാന്നറിയോ, മാങ്ങ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട അമ്പാഴങ്ങയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരച്ചാലേ അതിനൊരു പ്രത്യേക രുചി കേട്ടോ. ഞാൻ അരച്ചിട്ട് തരട്ടെ, എൻ്റെ മകൾക്ക് ഇന്ന് അമ്മിയിൽ അരച്ച എന്നെ വേണം. ഈ വൈകുന്നേരത്തൊന്നും ഞാൻ അമ്മിയിൽ അരക്കാറില്ല കേട്ടോ. നെയ്റ്റിന് എന്താ ഒരു കളിയാക്കല് എന്താണ്. ഞാൻ പഴുത്ത മുളകാട്ടോ എടുത്തത്. മൂക്കില് കുത്തല്ലേ, നല്ല എരിവായിട്ടല്ലേ, കുറച്ച് ചമ്മന്തിയാണ് വെച്ചാലും തൊട്ട് കൂട്ടാനല്ലേ. ഇതേപോലെ ഉപ്പിലിട്ട മാങ്ങ, ഇരുമ്പാമ്പുളി ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ചമ്മന്തി അരച്ച് വെക്കും കേട്ടോ. ഓക്കെ, അതെന്താന്നറിയില്ല മിന്നി മിന്നി പോണു. ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തേ ദിവസം രാവിലെ ചമ്മന്തി അരയ്ക്കും. ചമ്മന്തി ഇല്ലാത്ത അച്ഛന് ചമ്മന്തി അരച്ചിട്ട് കഞ്ഞി കുടിച്ചാലാണ് അച്ഛന് വയറിന്നറിയുള്ളൂ. അപ്പോൾ ദിവസം ഈ അമ്മിയിൽ തന്നെ ചമ്മന്തി അരയ്ക്കും കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുമ്പോഴേ ഉപ്പേരി എടുക്കുള്ളൂ. രാവിലെ ഈ ചമ്മന്തി കഞ്ഞി. മക്കളായപ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഉപ്പേരിയും മോരും ഒക്കെ. ആദ്യം ഈ ചമ്മന്തിയും കഞ്ഞിയും ചൂടോടുള്ള കഞ്ഞിയായിരുന്നു. രാത്രിയാവുമ്പോൾ അമ്മയ്ക്ക് ടി വി കാണാനാണോ വെച്ചാൽ ടി വി കാണാൻ പറ്റില്ല. ഇതാ ഒരാൾ കരഞ്ഞിട്ട് ഒന്ന് കരച്ചിൽ മാറ്റിയുള്ളൂ കേട്ടോ. ഇന്നത്തെ ടി വി കാണല് പോയി. ഇതാ അപ്പയ്ക്കും ഇവിടെ അണ്ടിപ്പുട്ട് ഇടിച്ചു കൊടുക്കാത്തതിന് ഇമ്പം തെറ്റിക്കുക. സുകന്യക്ക് ഫോണിൽ എന്താ റീചാർജ് ചെയ്യാത്ത കൊണ്ട് സുകന്യ തെറ്റിക്കുക. എല്ലാവരും ഇവിടെ തെറ്റലേ ഉള്ളൂ. മിണ്ടലില്ല. മിണ്ടിയിട്ട് വായ കടയിലേ ഉള്ളൂ. ചക്ക തരില്ല. ശരി, കുട്ടിക്ക് തിന്നാൻ കൊടുക്കണേ. കുട്ടിക്ക് അമ്മ മാമുണ്ടാക്കുകയാണ് കേട്ടോ. കണ്ടോ പൊന്നൂസിന്റെ വികൃതി കണ്ടോ നിങ്ങള്? പൊന്നൂസിന്റെ വികൃതി നമ്മൾ എത്ര കണ്ണും കൊണ്ട് നോക്കിയാലും കണ്ടോ ചുണ്ട് പൊട്ടിക്കണ കണ്ടോ. ഞങ്ങൾക്ക് വികൃതി കൂടുതലാ. ഞങ്ങൾ എത്ര ഒതുക്കിയാലും ഞങ്ങള് വരില്ല. ടാറ്റ കൊടുക്ക്, എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. എല്ലാരും ഹായ് പറയുന്നുണ്ട് പൊന്നൂസിനെ ചേച്ചിട്ട്. അമ്മ പൊന്നൂസ് ഹായ് പറയണേ. ഉമ്മ കൊടുത്ത ഉമ്മ വയ്യേ. പൊന്നൂസിന് ഇഷ്ടമുള്ള എല്ലാ അമ്മമാർക്കും ഉമ്മ വയ്യേ, ഉമ്മ വയ്യേ. പായസം കഴിച്ചിട്ടേ സുകന്യ എന്റെ കമ്മല് വളർത്ത കുത്തി കൊടുക്കട്ടെ. വേണമ്മ ജീവൻ പോടും. മക്കള് പഠിച്ചാലും തന്നെ അതേപോലെ തന്നെ 6 ആള് പാടെ കൂടിക്കഴിഞ്ഞാൽ അമ്മു മാത്രല്ലേ. ഇപ്പൊ അമ്മു അച്ഛൻ ചിലപ്പോ ഒന്ന് പറഞ്ഞത് കേൾക്കണ്ടാവും, ബാക്കിയുള്ളവർ ആരും പറഞ്ഞത് കേൾക്കില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് ഇനിയിപ്പോ ഒരു പാത്രം അങ്ങനെ അടുക്കി വെച്ചാൽ ഇപ്പൊ നോക്കിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചാലേ മലത്തി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു തുള്ളി വെള്ളെങ്കിലും മക്കളാക്കും. അവരുടെ പ്രായം ഇപ്പൊ അങ്ങനെയല്ലേ അല്ലമ്മ. നമ്മളെന്താ അവര് കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെ കളിച്ച് വളരട്ടെ. നമ്മള് കുറച്ച് നേരം വീഡിയോ നിർത്തേണ്ടി വന്നു കേട്ടോ. നിർത്തേണ്ടി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ കലവിലേന്ന് കേൾക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ മക്കളുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞു. നമ്മുടെ പൊന്നൂസും കുഞ്ഞുണ്ണിയൊക്കെ അവിടെ ഭയങ്കര ഗംഭീര കളിയാണ് കേട്ടോ. അപ്പോൾ അതാണ്ടോ ഇങ്ങനെ കൂടി കിടക്കുന്നത് തുണികൾ. അപ്പം അത് മടക്കി വെക്കട്ടെ വിചാരിച്ചിട്ട്. ഇവിടെ നമ്മൾ കണ്ടോ ഇന്ന് ഇങ്ങനെയൊക്കെ എത്ര നല്ല ഡീസൻ്റായി കിടക്കണ്ടേ. നാളെ വന്ന് കാണേണ്ട കാര്യമാണ് കേട്ടോ. ഏറ്റവും അടിയിലുള്ള തുണിയാണ് എല്ലാവർക്കും വേണ്ടി വരുള്ളൂ, മുകളിലുള്ള തുണികളായിരിക്കും വേണ്ടി വരില്ല. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾ ചെയ്തു തരും. അത് മാത്രമല്ല അവരെയും കൊണ്ടുള്ള നല്ലൊരു സ്വഭാവം. ബാക്കിയൊക്കെ അവർ പെർഫെക്റ്റാണ്. ഇത് നമ്മൾ നാളെ തുണി അടിക്കാൻ വേണ്ടി എടുത്താണ് അല്ലേ. ഇത് മടക്കി വയ്ക്കുക, ഇവിടെ വേണ്ട. പിന്നെ ഏട്ടൻ കൊണ്ടുവന്നൊരു വലിയൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ബനിയൻ. നാളെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടിയുടെ 28ആണ് മാമൻ്റെ മോൻ്റെ. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഡ്രസ്സ് എനിക്കെടുത്തില്ല കേട്ടോ. എനിക്കെന്താ വെച്ചാൽ നാളല്ല ഒരു
5-6 മാസം മുമ്പ് നമ്മൾക്കെടുത്ത ചുരിദാറുണ്ട്. അപ്പം ഞാനത് എടുത്തില്ല. ഏട്ടനാണ് ഷർട്ടുകൾ എടുക്കാത്തത്. നമ്മളിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അച്ചടുക്കത്തെ ടീഷർട്ട് എടുക്കുള്ളൂ. ചുള്ളനായിട്ട് പോകണമെന്ന് ഏട്ടന് ഭയങ്കര ആഗ്രഹമാണ്. കണ്ടോ, എനിക്ക് സത്യം പറയാച്ച എനിക്ക് സത്യം പറയാച്ച എനിക്ക് കളർ ഇഷ്ടമായില്ല. നല്ല കാര്യം പറയാലോ. എനിക്കിങ്ങനെ കളർ ഇഷ്ടമല്ലാണ്ടല്ല, ഏട്ടന് ഇങ്ങനത്തെ ഷർട്ട് ഉണ്ട്. അപ്പം അത് കാരണം. പിന്നെ ടീഷർട്ട് എന്താ ഏട്ടൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ പറയും കേട്ടോ, ഇതിനാണ് ഏറ്റവും വില കുറവുള്ളത്. ഷർട്ട് എടുക്കച്ചാൽ 700 രൂപയോളാവും, അല്ലെങ്കിൽ 500 രൂപ വേണമെന്ന്. ഇത് 300-350 രൂപ കൊടുത്താൽ ഇത് കിട്ടുമെന്ന് പറയും. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ ആവട്ടെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ മക്കളുടെയും കുട്ടികളുടെ ഒക്കെ കാര്യങ്ങൾ വിചാരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് അല്ലേ വാങ്ങുക. ലാസ്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ വില കുറഞ്ഞതല്ലേ വാങ്ങുള്ളൂ. എത്ര വില കൂടിയ സാധനങ്ങൾ ഉണ്ടെങ്കിലും വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങും. മക്കൾക്ക് ഇരിക്കട്ടെ പറയും. പണ്ട് എൻ്റെ അമ്മ പറയേ, അങ്ങനെ ചെയ്യരുത്, നമ്മുടെ ജീവിതമല്ലേ, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണ്ടേ, മക്കൾക്ക് ഇനിയും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ലേ പറയും. പക്ഷെ അനിയേട്ടൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. അനിയേട്ടൻ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക വെച്ചാലും എന്തെങ്കിലും കഴിക്കണം. മക്കളുള്ള സമയത്താണോ വെച്ചാൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കും. ഇല്ല ഞങ്ങൾ രണ്ടുപേരുമാണ് പറഞ്ഞു വെച്ചാൽ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചോറില്ലേ, നമുക്ക് വാ വീട്ടിൽ പോയി ചോറിനാ പറയും. അങ്ങനത്തെ സ്വഭാവമാണ്. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെയുള്ള പ്രഭ ചേച്ചി വിളിച്ചിരുന്നു കേട്ടോ. പ്രഭ ചേച്ചി കുറേ ആൾക്കാരോട് നമ്മളെ നമ്പർ ചോദിച്ചു അത്രേ. നമ്പറുള്ള ആൾക്കാരും കൂടി നമ്മുടെ നമ്പർ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താണ് കാരണം എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ചേച്ചി നമ്മുടെ തപ്പിപ്പിടിച്ച് നമ്പർ വിളിച്ച് നമ്മളെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്നാ നമ്മുടെ ഇന്നത്തെ വിശേഷം ചെറിയൊരു വിശേഷമാണ്. നമ്മൾ കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വിശേഷങ്ങളായിട്ട് വരും. കറണ്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇതും കൊണ്ട് നമ്മൾ കുറച്ച് സമയങ്ങൾ കിട്ടുമ്പോൾ ഉള്ളൊരു തട്ടിക്കൂട്ടൽ വീഡിയോസുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിലെന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും. എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.